രജിസ്റ്റേഴ്സിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ രജിസ്റ്റേഴ്സിനെ എങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആൻഡ് സ്റ്റോറേജ് രജിസ്റ്റേഴ്സ്. ഓക്കെ, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിന്റെ അകത്ത് ഏതൊക്കെയാണ് വരുന്നത് നമ്മൾ പറഞ്ഞത്? സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്, serial in, parallel out and parallel in, serial out. ഇതെല്ലാം ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ്. ആൻഡ് സ്റ്റോറേജ് രജിസ്റ്റേഴ്സിനകത്ത് വരുന്നതാണ് പാരലൽ ഇൻ, പാരലൽ ഔട്ട്. ഇനി നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ഓൺ സീരിയൽ ഇൻ, സീരിയൽ ഔട്ട് രജിസ്റ്റർ, which is SISO. ഓക്കെ, സീരിയൽ ഇൻ, സീരിയൽ ഔട്ട് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്മിഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹിയർ സപ്പോസ് വി ഹാവ് എ ട്രാൻസ്മിറ്റർ ആൻഡ് ഹിയർ എ റിസീവർ. ഓക്കെ, ഇനി ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് നമ്മളൊരു സിംഗിൾ കണ്ടക്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ഡേറ്റ എങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക? സീരിയൽ ആയിട്ടായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് സീരിയൽ ഔട്ട്പുട്ട് എടുക്കാനും കഴിയും. ആൻഡ് ലോങ് ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. ഓക്കെ, ഒരു നിയർ ട്രാൻസ്മിഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പാരലലി ഡേറ്റ സെൻഡ് ചെയ്യാം. ദാറ്റ് മീൻസ് ഒരു 10 ബിറ്റ് ഡേറ്റയാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ 10 കണ്ടക്ടേഴ്സ് വേണ്ടി വരും, 10 പാത്ത് വേണ്ടി വരും. ഓക്കെ, ആൻഡ് ലോങ് ഡിസ്റ്റൻസ് ആകുമ്പോൾ നമ്മൾ ആ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീരിയൽ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് സിസോ രജിസ്റ്ററിന്റെ ഡെമോൺസ്ട്രേഷൻ നോക്കാം. ഞാനിവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വരച്ചിട്ടുണ്ട്. ആൻഡ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മളിപ്പോ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഞാനതിനെ റെപ്രസെന്റ് ചെയ്യാണ് D3 and output Q3, D2, Q2, D1, Q1, D0, Q0. Here I have connected these flip-flops to a clock. Okay, these flip-flops are negative edge trigger. That's why this is represented by a bubble here. ഓക്കെ, നമ്മുടെ ഈ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സീരിയൽ ഇൻ, സീരിയൽ ഔട്ട് ആണ് അല്ലെ. സോ നമുക്ക് ഈ ഡിയിലേക്കുള്ള ഇൻപുട്ട് നോക്കാം. ദിസ് ഈസ് ദ ഇൻപുട്ട് which is denoted as DN, and Q3 means output from this flip flop, that is Q3 is given as an input to next flip flop, and Q2 is given to D1 and Q1 is given to D0. Okay, and serial output is this. Okay, this is our serial out. നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. ഇനീഷ്യലി നമ്മുടെ എല്ലാ വാല്യൂസും 0 ആണെന്ന് അസ്യൂം ചെയ്യുക. ദാറ്റ് മീൻസ് ഇനീഷ്യലി D3, D2, D1 and D0 are 0. Okay, so I am marking here. Then output will be what? Q3. ഒരു കാര്യം കൂടെ, നമ്മുടെ D ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്? D മീൻസ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് തന്നെയാണ് ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത് അല്ലെ. 0 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ that means if 0 is the input and Q output എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. and if 1 is our input then output എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതേ ഡേറ്റ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് ആയി തരുന്നത്. ഏത്? D ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, then ഇനീഷ്യലി നമ്മൾ D1, D3, D2, D1, D0 0 ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്സും എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. സോ ഹിയർ ഐ വുഡ് ലൈക്ക് ടു മാർക്ക്
0 0 0 0. ഇനി സപ്പോസ് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് 1 1 1 1 ആണെന്ന് അസ്യൂം ചെയ്യുക. സോ ദിസ് ഈസ് അവർ വാട്ട് LSB ആൻഡ് ദിസ് ഈസ് അവർ MSB. സോ ആദ്യം നമ്മൾ ഫീഡ് ചെയ്യുന്ന ഏതായിരിക്കും? LSB ആണ് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഫോളിംഗ് എഡ്ജിൽ നമ്മൾ ഏത് കൊടുക്കും? ഇത് കൊടുക്കും. ദെൻ നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജിൽ ഇത് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഈ 1നെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജിൽ ഈ 1 കൊടുക്കും. ദെൻ അഗെയിൻ ഷിഫ്റ്റിംഗ് നടക്കണം. ഓക്കെ, സോ ആ ഒരു പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ റെഡി. ഇനീഷ്യലി എല്ലാം സീറോസ് ആണ് ആൻഡ് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. സോ ഫസ്റ്റ് ഫോളിംഗ് എഡ്ജിൽ നമ്മൾ ഏതാ കൊടുക്കുന്നത് വാല്യൂ? S1. ഓക്കെ, 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അത് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ വാട്ട് ഈസ് ദ ഇൻപുട്ട്? Q3 ഓൾറെഡി ഉണ്ടായിരുന്ന Q3യിൽ ഉണ്ടായിരുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 0 ആണ് D2ന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ 0 ഇൻപുട്ട് ആയി കൊടുത്തു കഴിഞ്ഞാൽ Q2ൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആണ്. Q2ലും അതെ ഓൾറെഡി ഉണ്ടായിരുന്ന വാല്യൂ 0 ആണ്. 0 ആയിരിക്കും D1ന് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. 0 ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഇപ്പൊ കിട്ടുന്നത് 0 ആണ്. D0യിലേക്ക് ഓൾറെഡി Q1ൽ ഉണ്ടായിരുന്ന വാല്യൂ ആണ് വരുന്നത്, വിച്ച് ഇസ് വാട്ട്? 0. ഓക്കെ, then here we get 0. ഇതാണ് ഫസ്റ്റ് ഫോളിംഗ് എഡ്ജിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫോളിംഗ് എഡ്ജിൽ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്സ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. Q3, Q2, Q1, Q0. Q3 നമുക്ക് എന്താ കിട്ടിയത്? 1 ആണ് കിട്ടിയത് അല്ലെ? സോ 1. Q2 കിട്ടിയത് 0, Q1 0, Q0 is 0. ഓക്കെ, സോ ആക്ച്വലി ഇതൊരു ഷിഫ്റ്റിംഗ് ആണ് നടന്നിട്ടുള്ളത്. ഈ ഒരു Q1 എങ്ങോട്ടേക്ക് വന്നു? ഇങ്ങോട്ടേക്ക് വന്നു. ദിസ് Q2 ഇങ്ങോട്ടേക്ക് വന്നു, ഇങ്ങോട്ടേക്ക് വന്നു. Q3 നമ്മളിവിടെ കൊടുത്ത D3 ആണ് ഔട്ട്പുട്ടായി വന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജിൽ നമ്മൾ ആരെ കൊടുക്കാൻ പോവാണ്? ഈ 1നെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ ഈ 1നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ 1 തന്നെയാണ്. ഓൾറെഡി ഉണ്ടായിരുന്ന Q3യിൽ ഉണ്ടായിരുന്ന വാല്യൂ ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഇവിടെ D2ലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ? ആൻഡ് ദിസ് 1 D2 is appeared here 1. ഓൾറെഡി ഉണ്ടായിരുന്ന 0 ഇങ്ങോട്ടേക്ക് വരും ആൻഡ് 0 ഔട്ട്പുട്ട് ആയിരിക്കും. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന 0 ഇവിടെ ഇൻപുട്ട് ആണ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് വാട്ട്? 0. ഓക്കെ, ഇനി അപ്പോ സെക്കൻഡ് ഫോളിംഗ് എഡ്ജിൽ നമ്മൾ ഔട്ട്പുട്ട്സ് എന്തൊക്കെയാ വരുന്നത്? ഒന്ന് ദിസ് Q2, Q1 ആൻഡ് Q0. ഇവിടെ ഇത് നമുക്ക് താഴെ എഴുതാം. 1 1 0 0. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജ് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഫോളിംഗ് എഡ്ജിൽ നമ്മൾ ഏത് കൊടുക്കുന്നു? ദിസ് 1 is Q1. ഓക്കെ, സോ ഈ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 തന്നെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ആൻഡ് ദിസ് 1 is given as input. സോ ഔട്ട്പുട്ട് എന്ത് വരും? ഈ 1 തന്നെ കിട്ടും and this is given here. So 1 output same and this 0 is given here and we'll get 0. Okay, so നമുക്ക് ഔട്ട്പുട്ട്സ് മാർക്ക് ചെയ്യാം. 1 1 1 0. Okay, in the same way fourth falling edgeൽ വരുന്നത് 1 1 1 1 എന്നായിരിക്കും. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കാരണം തൊട്ട് മുമ്പത്തെ കോൺസെപ്റ്റ് വരെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് മനസ്സിലാവും. നമുക്കിതൊരു ടൈം ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നോക്കാം. ഫോളിംഗ് എഡ്ജിലാണ് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്സ് വർക്ക് ചെയ്യുന്നത് അല്ലേ? സോ ഞാൻ ഫോളിംഗ് എഡ്ജിന് ഇവിടെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡി ഇൻ ആണ്. ഡി ഇൻ നമ്മൾ നേരത്തെ കൊടുക്കുകയാണ്.
ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റ് ഫോളിംഗ് എഡ്ജിന് മുമ്പായിട്ട് തന്നെ കൊടുക്കുന്നതാണ് ഗുഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫോളിംഗ് എഡ്ജ് വരെ നമ്മൾ കാത്തു നിൽക്കുന്നില്ല, നമ്മൾ നമ്മുടെ ഇൻപുട്ട് ആദ്യം നേരത്തെ കൊടുത്തിരിക്കുകയാണ്. സോ ഫുൾ 1 ആണല്ലേ, സോ 1 എന്ന് പറയുന്ന ഇൻപുട്ട്. ആൻഡ് നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്സ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് Q3 ചെക്ക് ചെയ്യണം, Q2, Q1 ആൻഡ് Q0. ഇവിടെ നോക്കാം, ഇനീഷ്യലി നമ്മുടെ Q3 0 ആണ്, Q2 0 ആണ്, Q1 0, Q0 0. അപ്പോൾ ഫസ്റ്റ് ഫോളിംഗ് എഡ്ജ് വരെ നമ്മുടെ Q3 is 0. Okay, Q2 is 0, Q1 is 0 and Q0 is 0. Okay, ഇനി ഫസ്റ്റ് ഫോളിംഗ് എഡ്ജ്, that is this. ഫസ്റ്റ് ഫോളിംഗ് എഡ്ജിൽ Q3 യുടെ വാല്യൂ എന്താണ്? 1 ആണ്. സോ Q3 is 1 throughout that cycle. Okay, Q2 0, Q1 0, Q0 0. Okay, and second falling edge is this. Second falling edge le Q3 ഉം Q1 ഉം 0 ആണ് അല്ലെ? Q3 ഓൾറെഡി Q3 ഉം Q2 1 ആണ്. ഓക്കെ, സോ Q3 ഓൾറെഡി 1 തന്നെയാണ്, അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. Q2 എന്തായി? 1ലേക്ക് വന്നു. throughout that cycle Q1 is 0, Q0 is 0. Okay, and third falling edge le Q3, Q2, Q1 1 ആണല്ലേ? സോ Q3 1 ആയി തന്നെ നിന്നു, Q2 1 ആയി തന്നെ നിന്നു, ആൻഡ് Q1 1 ആയി. ആൻഡ് ലാസ്റ്റ് ഫോളിംഗ് എഡ്ജിൽ ഫോർത്ത് ഫോളിംഗ് എഡ്ജില് ാണ് നമ്മുടെ Q0 1 ആവുന്നത് അല്ലെ? ബാക്കിയെല്ലാം 1 ആയി തന്നെ നിൽക്കുന്നുണ്ട് throughout that cycle. ഓക്കെ, ഫോർ വരെ Q0 0 ആയിരുന്നു, ഫോർത്തില് 1 ആയി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഡേറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് എത്ര ക്ലോക്ക് പൾസ് വേണ്ടി വന്നു? ദിസ് ഇസ് ഫസ്റ്റ് ക്ലോക്ക് പൾസ്, 1, 2, 3, 4. ഓക്കെ, ഈ ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് വരുന്നത് നോക്കാം. ഇവിടെ Q3യുടെ വാല്യൂ എന്താണ്? 0. ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ Q3 is 0, 0, 0, 0. Okay, so here 0, 0, 0, 0. And second clock pulse le varunado here 1, 0, 0, 0. So 1, 0, 0, 0. Third clock pulse le varunadu 1, 1, 0, 0. And fourth clock pulse le okay 1. Okay, 1, 1, 0, and after fourth clock pulse നമുക്ക് എന്ത് കിട്ടും? 1, 1, here it is 0, 1, 1. Okay, so after fourth clock pulse we will get the data. Okay, so 4 clock pulse ആവശ്യമുണ്ട് സ്റ്റോർ ചെയ്യാൻ, and after fourth clock pulse we can retrieve our data. So this is about serial in, serial out register, and next topic is serial in,
parallel out register. Serial in parallel out register, SIPO. Okay, നമുക്ക് സർക്യൂട്ട് നോക്കാം. Okay, so this is serial in parallel out registerന്റെ സർക്യൂട്ട് സെയിം ആണ്. 4 D flip flops ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സീരിയൽ ഇൻ ആണല്ലോ നമ്മൾ പറഞ്ഞത്. സോ നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കുകയാണ്. സീരിയൽ ആയിട്ടാണ് ഇൻപുട്ട് വരുന്നത്. So this is our D in. And output എന്താണ്? പാരലലി വരും. ഓക്കെ, that means ഇവിടെ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. This is our Q3. This is our Q2. Q1 and Q0. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിന്റെ വർക്കിംഗ് ഓൾറെഡി പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെയാണ്. ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇവിടെ നമുക്ക് 4 ക്ലോക്ക് പൾസിന് ശേഷമായിരിക്കും നമ്മുടെ ഇപ്പൊ സപ്പോസ് 1 1 1 1 എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യലി ഏതായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്? സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എല്ലാം 0 ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ആദ്യം ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ 0 0 0, then 1 0 0 0, then next 1 1 0 0, 1 1 1 0, and last 1 1 1 1. അതായത് നമുക്ക് ആഫ്റ്റർ 4th ക്ലോക്ക് പൾസ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. സീരിയലി നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു ആൻഡ് പാരലലി ഔട്ട്പുട്ട് എടുക്കുന്നു. ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ആഫ്റ്റർ 4th ക്ലോക്ക് പൾസ്, അതായത് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് മോഡലെ പോലെ തന്നെ 4th ക്ലോക്ക് പൾസിന് ശേഷമാണ് നമുക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത വാല്യൂ, സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിച്ച വാല്യൂ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. Our next topic is parallel in serial out. Okay, parallel in serial out മോഡിന്റെ സർക്യൂട്ട് ആണിത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ Q3 is connected to D2. Q3 is connected to D2 via a combinational circuit. Combinational circuitൽ ഏതൊക്കെയാണ് വരുന്നത്? 2 AND ഗേറ്റും ഒരു OR ഗേറ്റും. ഇവിടെ അതെ Q2 is connected to D1 through this combinational circuit, and Q1 is connected to D0 through this combinational circuit. And ഇവിടെ നമ്മുടെ ഇൻപുട്സ് പാരലൽ ഇൻ ആണെന്ന് പറഞ്ഞു അല്ലെ. സോ പാരലൽ ഇൻ കൊടുക്കുന്നത് ഫസ്റ്റ് വൺ B3 is directly given. B2 എന്ന് പറയുന്നത് ഇവിടെ ഒരു AND ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. B1 again same and B0. ഇനി ഈ ഒരു സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് 2 മോഡിലാണ്. ഷിഫ്റ്റ് ഓർ ലോഡ് മോഡ്. ലോഡ് is denoted by load bar. 2 modes ആണെന്ന് ഓൾറെഡി പറഞ്ഞു. First is load mode and second is shift mode. പാരലലി ഇൻപുട്ട് കൊടുക്കുന്നത് ലോഡ് മോഡിലാണ് ആൻഡ് സീരിയൽ ഔട്ട് തരുന്നത് ഷിഫ്റ്റ് മോഡിലാണ്. വർക്കിംഗ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ നമുക്ക് ലോഡ് മോഡ് മീൻസ് പാരലലി ഇൻപുട്ട് കൊടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആൻഡ് ഹിയർ ഈ ലോഡ് ബാർ യൂസ് ചെയ്യാൻ കാരണം
നമ്മുടെ ഇൻപുട്ട് 0 ആവുമ്പോഴാണ് ലോഡ് ഓപ്പറേഷൻ നടക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഇൻപുട്ട് ഇവിടെ 0 ആണെങ്കിൽ then here what will be 0 complement is what 1 and this line will be what 0. Okay, so ഈ ലൈൻ 0 ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്തായിരിക്കും? ഇത് 0 ആണ്, here 0 and here also 0 and here it is 1. Okay, so 1 ഇവിടെ 1 and 1. ഇനി നോക്കാം, ഇവിടെ ഈ AND ഗേറ്റിലേക്ക് വരുന്നത് ഒന്ന് Q3 ആണ്, Q3 and 0. ഓക്കെ, Q3 and 0 AND ഓപ്പറേഷൻ പെർഫോം ചെയ്ത് വരുമ്പോൾ എന്ത് വരും? Q3 and 0 is 0. ഇവിടെ നോക്കാം 1 and B2 is what? B2. Okay, 0 or B2 is what? B2. Okay, and in same way ഇവിടെ Q2 ആണ് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. Q2 and 0 is what? 0. 1 and B1 is what? B1. 0 or B1 is B1. And next in the same way Q1 0 is 0. 1 B0 is B0. 0 or B0 is what? B0. Okay, so parallel നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നത് മനസ്സിലായോ? B3 കൊടുത്തു, ഇവിടെ ഈ സർക്യൂട്ടിലൂടെ പോകുമ്പോൾ B2 വന്നു, here B1 വന്നു, B0 വന്നു. ഓക്കെ, ഇത് എപ്പോഴാണ്? നമ്മുടെ ഇൻപുട്ട് ലോ ആവുമ്പോഴാണ്. ഓക്കെ, ഇനി നമ്മുടെ ഇൻപുട്ട് ഹൈ ആവുമ്പോഴാണ്. ഇപ്പൊ നമ്മുടെ പാരലൽ ഇൻ എന്ന് പറയുന്ന പോർഷൻ കഴിഞ്ഞു. ഇനി സീരിയൽ ഔട്ട്. സീരിയൽ ഔട്ട് വരുന്നത് നമ്മുടെ ഈ വാല്യൂ 1 ആവുമ്പോഴാണ്. നോക്കാം, from here we will take output, that means this is serial out. Okay, so here 1, so ഈ ഒരു ലൈൻ എന്താണ്? 1 ആണ്, ഈ ഒരു ലൈൻ 0 ആണ്. So here also 1 1 1, here 0 0 0. ഓക്കെ, ഇനി നമുക്ക് സീരിയൽ ഔട്ട് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഡേറ്റനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് മീൻ ചെയ്യുന്നത് അല്ലെ. സോ ഇവിടെ എന്തായിരിക്കും? Q3 ആണ് കൊടുക്കുന്നത്. സോ Q3 into 1 is what? Q3. ഇവിടെ B2 into 0 is what? 0. So Q3 is given here and here also the same. Q2 into 1 is what? Q2. 0 into B1 is 0. 0 into Q2, 0 or Q2, Q2. And here Q1 into 1 is Q1. Here 0. Here Q1. Okay, this data is taken as the output. Okay, ഇങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റോർ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് വാല്യൂസ്, ആ വാല്യൂസ് ചിലപ്പം നമ്മൾ പറയുന്നത് Q3, Q2, Q1, Q0 ആണ്. ഓക്കെ, സോ ഇത് എന്തും ആവാം. 1 1 1 1 ആയിരിക്കാം, 1 0 0 1 ആയിരിക്കാം, അങ്ങനെ ഏത് വാല്യൂം ആവാം. സോ ദിസ് ഇസ് വാട്ട് പാരലൽ ഇൻ സീരിയൽ ഔട്ട് മോഡ് ഇൻ എ രജിസ്റ്റർ. So these three are the shift registers. Next is storage register, which is parallel in, parallel out. Parallel in, parallel out register is also known as storage register or buffer register. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ആണ്. ഇവിടെ നമ്മൾ ഇൻപുട്ട് പാരലലി കൊടുക്കുന്നു. സോ ഇൻപുട്ട് ഈസ് given. Here is our next input.
ഓക്കെ, ഔട്ട്പുട്ട് നമ്മൾ എവിടെ നിന്ന് എടുക്കുക? ഡയറക്റ്റ് Q3 നിന്ന് എടുക്കുക. വളരെ സിമ്പിൾ കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മൾ മറ്റു കോൺഫിഗറേഷൻസ് ഒക്കെ പറയുമ്പോൾ അതിനകത്ത് 4 ക്ലോക്ക് പൾസിന് ശേഷമായിരുന്നു നമ്മുടെ ഡിസൈർഡ് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒറ്റ ക്ലോക്ക് പൾസ് മതി ഡേറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് ടൈം ലൈൻ വെച്ച് ടൈം ഡയഗ്രാം വെച്ച് നോക്കാം. ഓക്കെ, സപ്പോസ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് 1 0 1 1 ആണെങ്കിൽ ഞാനിവിടെ ഫോളോയിങ് ഏജസ് മാറ്റിയാണ്. സോ നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് 101 ആണ്. ഞാൻ ഇവിടെ ഡേറ്റനെയാണ് കാണിക്കാൻ പോകുന്നത്. D3 എന്താണ്? 1 ആണ്. ഞാൻ പറഞ്ഞു ഗുഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോളോയിങ് ഏജ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് D2 എന്ന് പറയുന്നത് 0 ആണ്. 0. D3 is 1. So 1 and sorry, D2 D1 ആണ്. D1 and D0 is 1. ഓക്കെ, ആൻഡ് ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുക അല്ലെ? D എന്നായിരിക്കും Q ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഒറ്റ ക്ലോക്ക് പൾസ് മതി നമ്മുടെ ഡേറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. സോ ഇത് മറ്റു രജിസ്റ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആണ്.